പ്രണയം പരസ്പരം തുറന്നു പറയുന്നതിന് മുൻപ് തന്നെ നായകൻ വാഹനാപകടത്തിൽപ്പെട്ടല്ലോ. അയാൾക്ക് എന്തു സംഭവിച്ചു കാണും അറിയണ്ടേ? പുല്ലരി എന്ന ഗ്രാമത്തിൽ നാം എടുക്കുന്ന പ്രണയവും തുടർ സംഭവങ്ങളും ആധാരമായ പ്രണയ നോവൽ നാം എടുക്കുന്ന പ്രണയം 7ാം ഭാഗത്തിൻ്റെ ഓഡിയോ ആവിഷ്കാരം, രചനയും അവതരണവും ഇമ്മാനുവൽ. കത്രീന അമ്മയെ ജീവനോടെ കണ്ടുകിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പുല്ലരിയിലെ ജനങ്ങളെല്ലാം തന്നെ പകൽ മുഴുവൻ കരയിലും പുഴയിലുമായി തിരഞ്ഞു. പുഴയിലിറങ്ങി തിരയാൻ കഴിയാത്തത്രയും വെള്ളമുണ്ട്. അതുകൊണ്ട് തിരഞ്ഞത് മുഴുവൻ പുഴയിറമ്പിലൂടെ നടന്നാണ്. എവിടെയെങ്കിലും പിടിച്ചു കിടപ്പുണ്ടെങ്കിലോ? നല്ല ഒഴുക്കും ചുഴികളും മലരികളുമെല്ലാമുള്ള പുഴയിൽ നിന്നും കത്രീന അമ്മയെ ജീവനോടെ കിട്ടുക എളുപ്പമല്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. പാതിരാത്രി വരെ ടോർച്ചും എമർജൻസി ലൈറ്റുകളുമൊക്കെയായി തിരഞ്ഞിട്ടും അവരെ കണ്ടുകിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ മുതൽ പിന്നെയും തിരച്ചിൽ തുടർന്നു. ഉച്ചയായപ്പോൾ ചുറ്റുകുഴിയുടെ താഴത്തെ അരികിൽ ഒരു ആറ്റുവഞ്ചിയിൽ തങ്ങിയ നിലയിൽ കത്രീനാമ്മയുടെ ജഡം കിട്ടി. ബന്ധുക്കളൊക്കെ ഇട്ടിച്ചൻ്റെ മരണമറിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവർ പോകും മുൻപാണല്ലോ കത്രീനാമ്മ പുഴയിൽ ചാടിയത്. അധികമാരും വരാനില്ലാത്തതുകൊണ്ട് അന്ന് തന്നെ അടക്ക് തീരുമാനിച്ചു. 5 മണിയോടുകൂടി ദുഃഖാർത്തരായ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ പുല്ലരി പള്ളി സെമിത്തേരിയിൽ ഇട്ടിച്ചനെ അടക്കിയ അതേ കല്ലറയിൽ തന്നെ കത്രീനാമ്മയെയും അടക്കുകയും ചെയ്തു. മരണം ഒരു നാൾ വരുമെന്ന് തീർച്ചയാണെങ്കിലും ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ടവരായ 2 പേരുടെ വിയോഗം അതീവ ദുഃഖകരമാണ്. ഇടവക ജനങ്ങളെ ആകെ കണ്ണുനീരണിയിച്ച ഒരു സംഭവമായി പോയി ഇട്ടിച്ചിൻ്റെയും കത്രീനാമ്മയുടെയും മരണം. മഴക്കെടുതികൾ കാരണം നല്ലൊരു ശതമാനം ആളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുന്നത് സ്കൂളുകളിലുമാണ്. ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുന്നതിനാൽ സ്കൂളിൽ ക്ലാസുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സിൽവി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരാഴ്ചയോളം നീണ്ട സംഹാര താണ്ഡവത്തിന് ശേഷം മഴ ഒന്ന് ശമിച്ചു. വെള്ളമിറങ്ങിയതുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും വീടുകൾ നഷ്ടപ്പെടാത്ത ആളുകൾ മടങ്ങി. ചെറിയ തോതിൽ സാധാരണ സ്ഥിതി പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറയാം. വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പുതിയ താമസ സ്ഥലം ഒരുക്കാൻ ഇടവക ജനങ്ങളും നാട്ടുകാരും ഒരുപോലെ പരിശ്രമിച്ചു. അക്കാലത്ത് തൽക്കാലം താമസിക്കാൻ ഒരു വീടുണ്ടാക്കാൻ കുറച്ചു പേരുടെ പണി മാത്രം മതിയായിരുന്നു. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പരിശ്രമ ഫലമായി വീട് നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക വസതി ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞു. അവരെല്ലാം താൽക്കാലിക വസതികളിലേക്ക് താമസം മാറി. സ്കൂളുകളിൽ ക്ലാസുകൾ തുടങ്ങുകയും ചെയ്തു. വില്ലേജ് ഓഫീസിൽ തിരക്കോട് തിരക്ക് തന്നെ ആയിരുന്നു. കാരണം വീട് നഷ്ടപ്പെട്ടവർക്ക് ഉള്ളതും അല്ലാത്തവർക്കുള്ളതുമായ നഷ്ടപരിഹാരത്തിൻ്റെ അപേക്ഷകൾ വശം പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഓരോ അപേക്ഷയിലും വിശദമായ അന്വേഷണവും മറ്റ് കാര്യങ്ങളും നടത്തേണ്ടതുള്ളതുകൊണ്ട് വില്ലേജ് ഓഫീസർക്കും അസിസ്റ്റൻറ്റിനും വിശ്രമമില്ലാത്ത നാളുകളായിരുന്നു അത്. ജിമ്മി സാറിനെ ഇപ്പോൾ കാണാൻ കിട്ടാറേയില്ല. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടോയെന്ന് പോലും സിൽവിക്കറിയാൻ മേല. എന്നതാന്ന് പറഞ്ഞാലും ഈ മഴ കഴിയാതെ ഇനി ട്യൂഷൻ ക്ലാസ്സുകൾ എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സിൽവിക്കും സ്കൂളിൽ ക്ലാസ്സുകൾ തുടങ്ങി. അവൾ സാധാരണ പോലെ തന്നെ ബേബിയോടൊപ്പം സ്കൂളിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു. പഠനം താരതമ്യേന എളുപ്പമായി തുടങ്ങിയിരുന്നു. പുതിയതായി അർച്ചന മിസ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ മനസ്സിലാവുന്നതുകൊണ്ട് ആ ക്ലാസ്സിലിരിക്കാൻ കൂടുതൽ താല്പര്യം തോന്നി. സോജനെ ഇപ്പോൾ കാണുക വളരെ കുറവാണ്. ഇപ്പോൾ കുറച്ചു നാളായിട്ട് അവനെ കാണാറേയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജാസ്മിൻ വിളിച്ചിട്ട് ചായ കുടിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ സോജനെ കണ്ടു. അവൻ ഇങ്ങോട്ട് ചോദിച്ചു, സിൽവി എവിടെ പോയിരുന്നു? കണ്ടിട്ട് കുറേ കാലമായല്ലോ.
ഞാൻ വീട്ടിലുണ്ടായിരുന്നു. മഴക്കാലമായതുകൊണ്ട് ക്ലാസ് ഇല്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെ കാണാനാ? എങ്ങനെയുണ്ട് നിന്റെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ? നന്നായി പോകുന്നുണ്ടോ? ഇപ്പോൾ കുറച്ച് നാളായിട്ട് ട്യൂഷൻ ഇല്ല. സാറിന് ഭയങ്കര തിരക്കാണ്. ഇനി ഈ തിരക്കൊക്കെ ഒന്ന് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. എങ്ങനെയുണ്ട്? സാറിനോട് പറഞ്ഞാൽ എനിക്കും കൂടെ ട്യൂഷൻ എടുക്കുമോ? സാറിന് എൻ്റെ കാര്യത്തിന് തന്നെ നേരമില്ല. അപ്പോൾ എനിക്ക് പഠിക്കണ്ട അല്ലേ? നീയേ ഒരു കാര്യം ചെയ്യ്. നിനക്ക് പറ്റുന്ന ഒരു ട്യൂഷൻ ടീച്ചറെ കണ്ടുപിടിച്ച് അവിടെ പോയി പഠിക്ക്. നിന്റെ വീടിനടുത്താകുമ്പോൾ ഏറ്റവും നന്നായിരിക്കും. എന്നാൽ അങ്ങനെയാകട്ടെ. ഉപദേശത്തിന് നന്ദി. എന്നെ ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ടോ? ഇന്നത്തെ ചെലവ് ജാസ്മിൻ്റെ വകയാണ്. അവൾ വിളിക്കുന്നുണ്ടെങ്കിൽ നീയും പോരെ. ഞാൻ വെറുതെ ചോദിച്ചതാ. നിങ്ങൾ പൊയ്ക്കോ. ജോസും കൂടെ വന്നു കഴിയുമ്പോൾ ഞാനും പൊയ്ക്കോളാം. അപ്പോഴേക്കും മിക്കവാറും നിങ്ങൾ തിരിച്ചു പോരും. അങ്ങനെ അന്നും വെറുതെ സംസാരിച്ചു പിരിഞ്ഞു. അപ്പച്ചൻ ചേട്ടന് നടക്കാനും മറ്റു കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് തീർന്നു. നടക്കുമ്പോഴുണ്ടായിരുന്ന ചെറിയ ചെരിവ് പരമാവധി ശ്രദ്ധിച്ച് കുറച്ചു കൊണ്ടുവരികയാണ് ഇപ്പോൾ. നടപ്പിൻ്റെ രീതി ഏകദേശം പഴയ പോലെ തന്നെയാണ്. തീരെ ചെറിയ ഒരു വ്യത്യാസമേ ഇപ്പോഴുള്ളൂ. നേർത്ത ഒരു സൈഡ് വലിവ്. വളരെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ ആ ചെറിയ വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ അവരുടെ തിയേറ്ററിൽ പുതിയ ഒരു പടം വന്നു. നല്ല പടം. പുതിയതായി വന്നാൽ സാറാമ്മയെയും മക്കളെയും കാണിക്കാറുണ്ട്. അപ്പച്ചൻ അന്ന് അവരെയും കൂട്ടി സിനിമ കാണാൻ പോയി. സിനിമയുടെ പേര് അനാർക്കലി. തീവ്രമായ പ്രണയം ചിത്രീകരിക്കുന്ന വളരെ മനോഹരമായ ഒരു സിനിമയായിരുന്നു അത്. ലക്ഷദ്വീപിൻ്റെ പശ്ചാത്തലവും. എല്ലാവർക്കും സിനിമ നന്നായി ഇഷ്ടപ്പെട്ടു. നാദിറയുടെ പിതാവായി അഭിനയിച്ച കബീർ ബേദിയോട് സിനിമ കണ്ട എല്ലാവർക്കും നല്ല പക തന്നെ തോന്നി. നായകനും നായികയ്ക്കും ഒന്നാകാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുകയും ചെയ്തു. ആർത്ത് ചിരിച്ചുകൊണ്ടൊക്കെയാണ് ആളുകൾ തിയേറ്ററിൽ നിന്നും അന്ന് പുറത്തു വന്നത്. ആ കഥാപാത്രങ്ങൾക്ക് പകരം താനും ജിമ്മിസാറുമായിരുന്നു സിൽവിയുടെ മനസ്സിൽ എന്ന വിവരം കൂടെ ഉണ്ടായിരുന്നവർക്ക് പോലും മനസ്സിലായില്ല എന്ന് മാത്രം. സിനിമ കഴിഞ്ഞ് അവർ വന്നത് ക്വാർട്ടേഴ്സിൻ്റെ അരികിലൂടെയാണ്. അപ്പോഴും ജിമ്മി സാർ വന്നിട്ടില്ല. അമ്മ വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു. സാറാമ്മ അമ്മച്ചിയോട് പോയി അത്യാവശ്യം സംസാരിച്ചു. ജിമ്മി സാർ വന്നില്ല അല്ലേ അമ്മച്ചി? ഇല്ല മോളെ, എന്നാ പറ്റിയെന്നറിയത്തില്ല. സാധാരണ ഇത്രയും വൈകാറില്ല. എവിടേക്കാ പോയതെന്നറിയാമോ? അകലെ എവിടെയോ പോയതാണെന്നാണ് പറഞ്ഞത്. സ്ഥലങ്ങൾ അമ്മച്ചിക്ക് അറിയത്തില്ലല്ലോ. ഉടൻ തന്നെ എത്തിയേക്കും എന്ന പ്രതീക്ഷയിലാണ് കാത്തു നിൽക്കുന്നത്. ഏതായാലും അവൻ വരാതെ ഞാൻ ഉറങ്ങുകയില്ല. ഞങ്ങൾ നിൽക്കണോ അമ്മച്ചിക്ക് കൂട്ടിന്? വേണ്ട മക്കളെ, എന്തിനാ നിങ്ങളുടെയും കൂടി ഉറക്കം കളയുന്നത്? അവർ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും 2-3 ജീപ്പുകൾ ഹോൺ അടിച്ചുകൊണ്ട് നല്ല വേഗതയിൽ റോഡിൽ കൂടി കടന്നു പോകുന്നത് കണ്ടു. ആരുടെ ജീപ്പാണെന്ന് പോലും മനസ്സിലായില്ല. എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് സാറാമ്മയെയും പിള്ളേരെയും വീട്ടിലേക്ക് വിട്ടിട്ട് കാര്യമറിയാനായി അപ്പച്ചൻ റോഡിലേക്ക് ഇറങ്ങി. ആരെയെങ്കിലും കണ്ടാൽ ചോദിച്ചു വിവരമറിയാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആരെയും കണ്ടില്ല. അതങ്ങനെയാണല്ലോ. അത്യാവശ്യ സമയത്ത് നോക്കുമ്പോൾ ഒരുത്തനെയും കാണില്ല. അയാൾ തിരിച്ചു നടക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ നായ്ക്കയംകാരൻ കുഞ്ഞാവരാച്ചൻ ഓടിക്കിതച്ചു വന്നു. അപ്പച്ചനെ മാറ്റി നിർത്തി പറഞ്ഞു, അപ്പച്ച, നിങ്ങളുടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന വില്ലേജ് ഓഫീസിലെ ആ സാറിൻ്റെ വണ്ടി മറിഞ്ഞു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വിവരം ഇവിടെ പറയാൻ പറഞ്ഞ് എന്നെ വിട്ടതാ. അപകടം പറ്റി എന്നും ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നുമല്ലാതെ കൂടുതലായി ഒന്നും അതിനെപ്പറ്റി കുഞ്ഞവരാച്ചനും അറിയത്തില്ല.
അയാൾ പരിക്കുപറ്റിയ ആളെ കണ്ടുമില്ല. കുഞ്ഞവരാച്ചനെയും കൂട്ടി ജിമ്മി സാറിൻ്റെ കാര്യം അന്വേഷിച്ചു പോകാൻ അപ്പച്ചൻ വേഗം തന്നെ തയ്യാറായി. എവിടേക്കായിരിക്കും കൊണ്ടുപോയത് എന്നതാണ് ആദ്യത്തെ സംശയം. ചിറ്റാറിലെ CMCയിലേക്ക് തന്നെ ആയിരിക്കും എന്ന് അപ്പച്ചൻ കണക്കുകൂട്ടി. ഏതായാലും അവിടേക്ക് പോകാം എന്ന തീരുമാനത്തിൽ ജീപ്പിൻ്റെ താക്കോലെടുക്കാൻ വീട്ടിലേക്ക് കയറി. ചെന്നപാടെ സാറാമ്മയുടെ അടുത്ത് കിട്ടിയത്രയും വിവരം പറഞ്ഞു. എന്നാ പറ്റിയെന്നോ വല്ലതും അറിയാമോ? എന്തുമാത്രം പറ്റിയെന്നോ വല്ലതും? ഒന്നും അറിയത്തില്ല. അപകടം പറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് മാത്രമേ അറിയത്തുള്ളൂ. കുഞ്ഞവരാച്ചൻ പറഞ്ഞ അറിവേയുള്ളൂ. ഏതായാലും ഞാൻ പോയി അന്വേഷിച്ചു വരാം. വിവരമറിയാമല്ലോ. എന്നാൽ നിങ്ങൾ താമസിക്കണ്ട, ഇറങ്ങിക്കോ. ഇതാ താക്കോൽ. വണ്ടി എടുക്കുകയാണെങ്കിൽ സാറാമ്മയുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി പോവുക എന്നത് അപ്പച്ചൻ്റെ ഒരു സ്വഭാവമാണ്. ആ അമ്മച്ചി തന്നെയല്ലേ വീട്ടിലുള്ളൂ. നീയൊന്ന് അവിടെ വരെ ചെന്ന് സാറ് വരാൻ വൈകുമെന്ന് ഒന്ന് പറ. അവിടെ തന്നെ നിൽക്കാൻ പേടിയാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൂ. അപ്പച്ചനും കുഞ്ഞവരാച്ചനും കൂടി അപ്പോൾ തന്നെ ചിറ്റാറിലേക്ക് പുറപ്പെട്ടു. കണക്ക് കൂട്ടിയതുപോലെ തന്നെ ആ ആശുപത്രിയിലായിരുന്നു ജിമ്മിയെയും കൊണ്ട് അവർ പോയത്. അവർ ചെന്നപ്പോൾ ജിമ്മിയെ കാലിന് പ്ലാസ്റ്റർ ഇടാൻ കയറ്റിയിരിക്കുകയായിരുന്നു. കാലിന് ഒടിവുണ്ട്, മറ്റ് കാര്യമായ പരിക്കില്ല. എന്നാലും ദേഹമാസകലം തൊലി പോയി. ചില സ്ഥലങ്ങളിൽ മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. ജിമ്മി ബൈക്കിലായിരുന്നു. ബൈക്കാണ് മറിഞ്ഞത്. അതുകൊണ്ട് വേറെ ആർക്കും പരിക്കില്ല. അവർ അവിടെ തന്നെ നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ജിമ്മിയെയും കൊണ്ട് റൂമിലേക്ക് വന്നു. കാലിന് മുഴുവനായി പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു. 1 മാസത്തേക്ക് കാൽ അനക്കാൻ പറ്റില്ല. അത്രയും കൊണ്ട് നിന്നല്ലോ എന്നതാണ് എല്ലാവരുടെയും സമാധാനം. മറിഞ്ഞ വണ്ടി ഒരു മരത്തിൽ തട്ടി നിന്നതുകൊണ്ട് അപകടം ഇത്രയും കുറഞ്ഞ രീതിയിലായി. ഇല്ലായിരുന്നെങ്കിൽ വണ്ടി താഴെ കൊക്കയിലേക്ക് പോകുമായിരുന്നു. ആളിൻ്റെ പൊടി പോലും കിട്ടില്ല. അതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അത് അറിയാവുന്നതുകൊണ്ടാണ് അപ്പച്ചൻ അത്രയും പേടിച്ചതും. അവിടെ വണ്ടി മറിഞ്ഞപ്പോഴൊക്കെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അപ്പച്ചൻ ചേട്ടനെ കണ്ടപ്പോൾ സാറിന് തൽക്കാലം സമാധാനമായി. കാരണം തന്നെ അന്വേഷിക്കാൻ ഇവിടെ ഒരാൾ ഉണ്ടല്ലോ എന്നതാണ് ഒരു സമാധാനം. പിന്നെ അമ്മച്ചിയുടെ കാര്യം. തൽക്കാലത്തേക്കെങ്കിലും അവരെ ഏൽപ്പിക്കാമല്ലോ എന്നത് രണ്ടാമത്തെ സമാധാനവും. അപ്പച്ചൻ ചേട്ടൻ വിവരം തിരക്കി. എങ്ങനെയുണ്ട് ജിമ്മി സാറേ ഇപ്പോൾ വേദന? ശരീരം ഇടിഞ്ഞു നുറുങ്ങുന്ന വേദനയാണ്. കാലിൻ്റെ വേദന പിന്നെ പറയേണ്ട. എന്നാലും സാരമില്ല, ജീവൻ കിട്ടിയല്ലോ. വലിയ ദൈവാനുഗ്രഹമാണ്. അവിടെ നിന്ന് പോയവരെ രക്ഷപ്പെട്ട് കിട്ടിയത് വളരെ കുറവാണ്. എന്തായാലും കുഞ്ഞിൻ്റെ ഭാഗ്യം. അമ്മച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് അപ്പച്ചൻ ചേട്ടാ എനിക്ക് വിഷമം. പാവം എന്നെയും നോക്കിയിരിക്കുകയായിരിക്കും. ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവുകയില്ല. സാറാമ്മയോട് അങ്ങോട്ട് പോയി ഇന്ന് സാറ് വരില്ല എന്ന് പറയാനും അമ്മച്ചിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി പോവില്ല എന്ന് വാശി പിടിച്ചാൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. അമ്മച്ചിയോട് കാര്യം പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ചെന്നതിൻ്റെ മട്ടത്തിനനുസരിച്ച് പറയാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. വില്ലേജ് ഓഫീസറും ബാക്കി കുറച്ചു പേരും കൂടി വിവരമറിഞ്ഞ് അപ്പോഴേക്കും ആശുപത്രിയിലെത്തി. കൂടെ ആര് നിൽക്കും എന്നതിനെക്കുറിച്ച് അപ്പച്ചൻ ചേട്ടൻ അന്വേഷിച്ചു. അപ്പോൾ ഓഫീസിലെ പ്യൂൺ ശങ്കരൻ അന്ന് മുഴുവനും അവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. അയാൾക്ക് ജിമ്മി സാറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. സാറേ, എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മച്ചിയോട് വിവരം പറഞ്ഞ് സമാധാനിപ്പിക്കാമല്ലോ. എന്നാൽ അങ്ങനെ ആകട്ടെ. അമ്മച്ചിയോട് നാളെ ഇങ്ങ് പോരണ്ട എന്ന് പറയണം. മറ്റന്നാൾ മിക്കവാറും ഡിസ്ചാർജ് ചെയ്ത് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റും. അത് പറഞ്ഞാൽ അമ്മച്ചി സമ്മതിക്കുമോ? സമ്മതിച്ചെങ്കിലായിക്കോട്ടെ. വരണമെന്ന് നിർബന്ധം പിടിച്ചാൽ സാറാമ്മയെയും കൂട്ടി നാളെ ഇങ്ങോട്ട് വിടും.
അത് ചേട്ടന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തോളൂ. ഞാനതിന് അഭിപ്രായമൊന്നും പറയുന്നില്ല. ശരി, എന്നാൽ നിങ്ങൾ ചെല്ല്. ഏതാണ്ട് 10:30 ആയപ്പോഴേക്കും അവർ രണ്ടുപേരും തിരിച്ചെത്തി. അമ്മച്ചിയോട് വിവരം എങ്ങനെ പറയും എന്നതായിരുന്നു അപ്പോഴത്തെ പ്രശ്നം. എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കുമെന്ന് അടുത്ത ഭാഗത്തിൽ അറിയാം കേട്ടോ. അറിയാവുന്നതുപോലെയൊക്കെ അങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. കുറവുകളൊക്കെ കാണുമെന്നേ. ക്ഷമിക്കുമെന്ന് കരുതുന്നു. കുറവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചേക്കണേ. നിർദ്ദേശങ്ങളും ആകാം. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.